ഇപ്പോൾ സന്ദീപ് വാര്യർ പാണക്കാട് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ബിജെപിയിൽ നിന്നും കൂറുമാറിയതിന് ശേഷം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസിൽ ചേർന്ന ശേഷം കോൺഗ്രസിൽ ത്രിവർണ്ണ നിറത്തിലുള്ള ഷോൾ അണിയിച്ച് സ്വീകരിച്ച ശേഷം ഇതാ മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളാണ്. ആദ്യം പാണക്കാടേക്കാണ് എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിലേക്ക് എത്തിയ ശേഷം സന്ദീപ് വാര്യരുടെ ആദ്യ സന്ദർശനമാണ് ഇതെന്ന് തോന്നുന്നു ഒരു മുതിർന്ന നേതാവുമായി. വിശദാംശങ്ങൾ പറയൂ ഇംതിയാസ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അത് കോൺഗ്രസിനകത്ത് എന്തൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിലും പാണക്കാട്ടേക്കൊരു സന്ദർശനം എന്നുള്ളത് അതൊരു പതിവ് സംഭവമാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കി വിവാദങ്ങളുണ്ടാക്കി എല്ലാം കോൺഗ്രസിലേക്ക് ഇന്നലെ സന്ദീപ് വാര്യർ ഇന്നലെയാണ് സന്ദീപ് വാര്യർ പ്രവേശനം നേടിയത്. ഇന്നിപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാണക്കാട്ടേക്ക് സന്ദീപ് വാര്യർ എത്തിയിരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ ഷംസുദ്ദീൻ MLA തുടങ്ങിയ മുസ്ലിം ലീഗ് MLA-മാരെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് പാണക്കാട് മുറ്റത്ത് വെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളെ ഹസ്തദാനം ചെയ്തും അവരോട് കാര്യങ്ങൾ സംസാരിച്ചുമൊക്കെ പാണക്കാടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഉള്ളത്. ഒരു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. പാണക്കാട്ടേക്ക് എത്തുക. കോൺഗ്രസിൽ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകളുണ്ടെങ്കിലുമെല്ലാം പാണക്കാട്ടൊരു ചർച്ച, പാണക്കാട്ടൊരു കൂടിക്കാഴ്ച എന്നുള്ളത് ഒരു പതിവ് സംഭവമാണ്. അത് തന്നെയാണ് സന്ദീപ് വാര്യർ ഉടനെ തന്നെ ഇന്നലെ രാഷ്ട്രീയ പ്രവേശനം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചേർന്ന് ഇന്നലെ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കോൺഗ്രസിലേക്ക് നൽകിയതിനു പിന്നാലെ പാണക്കാട്ടേക്കൊരു സന്ദർശനം എന്ന രീതിയിലേക്ക് ഇന്ന് എത്തിയത്. തീർച്ചയായിട്ടും അതിലേറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും അതായത് UDF സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും പാണക്കാട് സാദിഖ് അലി തങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു തീരുമാനം, അവരോട് ചോദിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, ഇതെല്ലാം തന്നെയാണ് സന്ദീപ് വാര്യരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ പാണക്കാട് ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനായി രാവിലെ പാണക്കാട് എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ഇംതിയാസ് കരീമാണ്. കോൺഗ്രസിലേക്ക് വന്ന ശേഷമുള്ള ആദ്യ മുതിർന്ന നേതാവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അതിനുവേണ്ടിയാണ് സന്ദീപ് വാര്യർ പാണക്കാട് എത്തിയത്.